എല്ലാ സുഹൃത്തുക്കൾക്കും ദക്ഷിണ ലേണിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്റെ പേര് ഗോപിക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ക്ലൈമാറ്റിക് സോൺസിനെ പറ്റിയാണ്. ക്ലൈമാറ്റിക് സോൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു കാര്യമാണ് മൺസൂൺ. മൺസൂൺ നമ്മുടെ ഇന്ത്യയുടെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയുള്ള വെജിറ്റേഷനെയും ബാക്കി ടോപ്പോഗ്രാഫിക്കൽ ഫീച്ചേഴ്സിനെയും എല്ലാം സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ മൺസൂൺ എങ്ങനെ ഉണ്ടാകുന്നു, അതിന്റെ ഫാക്ടേഴ്സ്, ഏതൊക്കെ ഫാക്ടേഴ്സ് കാരണമാണ് മൺസൂൺ ഉണ്ടാകുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ ഇനി അങ്ങോട്ട് നോക്കും. അപ്പോൾ മൺസൂൺ എന്ന് പറയുന്നത് ഒരു മൗസിൻ എന്ന് പറയുന്ന ഒരു അറബിക് വാക്കിൽ നിന്ന് ഉണ്ടായതാണ് മൺസൂൺ എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ കാര്യം, അതായത് അതിന്റെ അർത്ഥം എന്നുള്ളത് ഈ സീസണൽ വിൻഡ്സ് ഈ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് വിൻഡിന്റെ മൂവ്മെന്റ് മാറുന്നു. ഇത് കാരണമാണ് നമ്മൾ മൺസൂൺ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന് പല പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒരു ഫാക്ടറാണ് ITCZ. എന്താണ് ITCZ? ITCZ പലപ്പോഴും കുട്ടികള് ഒരു ലൈൻ പോലെ അല്ലെങ്കിൽ ഭൂമിയുടെ നടുക്കൂടെ പോകുന്ന ലൈൻ ആയിട്ടൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. കാരണം പൊതുവെ ITCZ കാണുന്ന ഒരു മേഖല എന്ന് പറയുന്നത് നമ്മളുടെ ഇക്വേറ്റർ ഭാഗത്താണ്. അപ്പോ പലരും അത് അവിടെ തന്നെ ഫിക്സ്ഡ് ആണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. പക്ഷെ അത് ഒരു റീജിയൻ ആണ്. അത് എന്ത് റീജിയൻ ആണ്? ലോ പ്രഷർ റീജിയൻ ആണ്. നമുക്കറിയാം, സൂര്യതാപം ഒരു സ്ഥലത്ത് കൂടുതലായിട്ട് പതിക്കുമ്പോൾ അവിടെയുള്ള ടെമ്പറേച്ചർ കൂടുകയും അവിടെ ലോ പ്രഷർ രൂപപ്പെടുകയും ചെയ്യുന്നു. നമുക്കറിയാം, വിൻഡ്സ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ മുന്നേ പ്രിവെയിലിംഗ് വിൻഡ്സിന്റെ ഒക്കെ പറ്റി പഠിച്ചിരുന്നു അല്ലെ? ITCZലേക്ക് പ്രിവെയിലിംഗ് വിൻഡ്സ്, ട്രേഡ് വിൻഡ്സ് വരുന്നത് നമ്മൾ പഠിച്ചിരുന്നു. ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക് വരികയും അവിടെ കൺവെൻഷണൽ കറണ്ട് ആയിട്ട് ഉയർന്നു പൊങ്ങി മേഘം രൂപപ്പെട്ട് അവിടെ നിന്ന് മഴ പെയ്യുന്ന പ്രക്രിയയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇക്വട്ടോറിയൽ റെയിൻ ഫോറസ്റ്റിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതെന്നും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ബന്ധപ്പെട്ട് പറഞ്ഞുപോയി അല്ലെ? സോ ITCZ എന്ന് പറയുന്നത് മൺസൂണിന് ഒരു കാരണമാണ്. ITCZന്റെ ലൊക്കേഷൻ ഫിക്സ്ഡ് ആണോ? അല്ല. ITCZ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നമുക്കറിയാം, നമ്മുടെ സീസൺസ് മാറുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഭൂമി ചരിഞ്ഞതാണ്, അത് റിവോൾവിംഗ് ആണ്. അപ്പോൾ റിവോൾവ് ചെയ്ത് വരുന്നതിനനുസരിച്ച് നമുക്കറിയാം, ഇക്വിനോക്സ് അറിയാം, സമ്മർ സോൾസ്റ്റിസ്, വിന്റർ സോൾസ്റ്റിസ്. അപ്പൊ ഈ ഓരോരോ സമയങ്ങൾ നമ്മളിതൊക്കെ മുൻ ക്ലാസ്സുകളിൽ വളരെ വിശദമായിട്ട് പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഈ സൂര്യന്റെ റേസ് ഏറ്റവും കൂടുതലായി എവിടെ പതിക്കുന്നുവോ അതിനനുസരിച്ചാണ് ക്ലൈമറ്റ് മാറുന്നത് അല്ലെ? സീസൺസ് അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പോ ഈ ITCZ ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ, അതായത് സമ്മർ സോൾസ്റ്റിസിലേക്ക് വരുമ്പോഴത്തേക്കും നോർത്തേൺ ഹെമിസ്ഫിയറിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിലോട്ട് ലോ പ്രഷർ ഏരിയ മൂവ് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വിൻഡ്സ് അട്രാക്ട് ചെയ്യപ്പെടും അല്ലെ? വിൻഡ് അട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ മഴ ലഭിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെയാണ് മൺസൂൺ ഉണ്ടാകുന്നത്. അപ്പോൾ ITCZ അതിനൊരു കാരണമാണ്. വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ തെർമൽ ഡിഫറൻസ് ബിറ്റ്വീൻ ലാൻഡ് ആൻഡ് ഓഷ്യൻ എന്നുള്ളതാണ്. ഈ തെർമൽ ഡിഫറൻസ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പ്രഷർ സോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ നമുക്കറിയാം, ലാൻഡിലെ ടെമ്പറേച്ചർ ആണ് ഏറ്റവും പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യം അല്ലെ? നേരെ മറിച്ച് വെള്ളത്തിലെ ടെമ്പറേച്ചർ അങ്ങനെ പെട്ടെന്ന് മാറുമോ? ഇല്ല. വെള്ളത്തിന് നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാലും അതിനൊരു സമയമെടുക്കും അത് തണുത്ത വെള്ളത്തിൽ നിന്നും ചൂടായി മാറാൻ. പക്ഷെ നേരെ മറിച്ച് ലാൻഡിലെ ടെമ്പറേച്ചറോ അത് പെട്ടെന്ന് മാറും. അപ്പോ ജസ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഒരു ജൂൺ സെപ്റ്റംബർ മാസം, അതായത് സമ്മർ സോൾസ്റ്റിസിൽ നമ്മൾ എർത്ത് നിൽക്കുന്ന ഒരു സമയം, നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ചൂടാകും, പെട്ടെന്ന് ചൂടാകും. അതുമായിട്ട് അലൈനേഷനിൽ നിൽക്കുന്ന സമുദ്രജലം എന്ന് പറയുന്നത് പെട്ടെന്ന് ചൂടാവില്ല, അതിന് ഒരു സമയമെടുക്കും. അപ്പോ സീയിലുള്ള പ്രഷർ ഏതാ വരുന്നത്? ഹൈ പ്രഷറാ വരുന്നത്. നമ്മുടെ കോണ്ടിനെന്റിൽ എന്താണ് വരുന്നത്? ലോ പ്രഷറാണ്. അപ്പോ ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക് കാറ്റ് ആകർഷിച്ചു പോകാറുണ്ട്. അങ്ങനെയാണ് അവിടെ മഴ ലഭിക്കുന്നത്. സോ അതൊരു കാരണമാണ്. അത് രണ്ടാമത്തെ റീസൺ. പിന്നെ മഡഗാസ്കർ ഹൈനെ പറ്റി പറയുന്നുണ്ട്. മഡഗാസ്കർ ഹൈ, സൊമാലി ജെറ്റ്, ഇതെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം. മഡഗാസ്കർ ഹൈ എന്ന് പറയുമ്പോൾ സദേൺ ഇന്ത്യൻ ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു റീജിയൻ ആണ്. അവിടെ നമുക്ക് ഹൈ പ്രഷറാണ് ഉണ്ടാവുക. ഇപ്പം ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ലോ പ്രഷറാണ് ഉണ്ടാവുക. കാരണം അവിടെ ചൂട് കൂടുതലാണ്. അപ്പോ ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക് കാറ്റ് ആകർഷിച്ച് ഇന്ത്യയിലേക്ക് പോകും. അപ്പൊ മഡഗാസ്കർ ഹൈയിൽ നിന്ന്
വിന്റർ ഇന്ത്യയിലേക്ക് പോകുന്നു. സോ അത് മൺസൂൺ ഉണ്ടാകുന്നതിൽ ഒരു വലിയ കാരണം വഹിക്കുന്ന ഒരു കാര്യമാണ്. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോപ്പിക്കൽ, ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ട്രോപ്പിക്കൽ ഈസ്റ്റർലി ജെറ്റ് സ്ട്രീം അഥവാ ആഫ്രിക്കൻ ജെറ്റ് എന്നൊക്കെ പറയും. ഇതൊരു ടെമ്പററി ജെറ്റ് സ്ട്രീമിന് ഉദാഹരണമാണ് കേട്ടോ. അതായത് നമ്മളുടെ ഈ ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ നമ്മള് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ചൂട് കൂടുന്ന മാസങ്ങളിൽ ടിബറ്റൻ ഹൈലാൻഡ് അവിടെ ലോ പ്രഷർ ആയിരിക്കും. ടിബറ്റൻ ഹൈലാൻഡ് എന്ന് പറയുന്ന ആ പ്രദേശത്ത് ചൂട് കാരണം ലോ പ്രഷർ ഉണ്ടാവും. അപ്പോ എന്താണ്, ഈ ഹൈ പ്രഷർ റീജിയനിൽ നിന്നും ലോ പ്രഷർ റീജിയനിലേക്ക് കാറ്റ് ആകർഷിക്കപ്പെടും. ഈ കാറ്റാണ് പയ്യെ സൊമാലി ജെറ്റ് സ്ട്രീം, അല്ല റിയലി സോറി, ട്രോപ്പിക്കൽ ഈസ്റ്റർലി ജെറ്റ് സ്ട്രീം ആയിട്ട് രൂപപ്പെടുന്നത്. ഓക്കെ, അത് ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോ ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത് മൺസൂൺ ഉണ്ടാവാൻ ഒരു ഫാക്ടറാണ്. ഇത് കണ്ടോ, ഇൻഡസ് ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ഈ പടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് നോർത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം, ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ട്രേഡ് വിൻസ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കണ്ടോ, മഡഗാസ്കർ ഹൈയിൽ നിന്നും നമ്മള് ഈ ടിബറ്റൻ ഹൈലാൻഡ്സിലേക്ക് വിൻഡ് അട്രാക്ട് ചെയ്താ പോകുന്നത്. എന്താ ഈ ചരിവിന്റെ കാര്യം എന്താ? നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞു, കൊറിയോളിസ് ഫോഴ്സിന്റെ എഫക്ട് കാരണമാണ് ആ ഒരു ഡീവിയേഷൻ വരുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുമ്പോൾ വിൻഡ് റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഇനി അടുത്തത്, അപ്പോൾ നമ്മൾ മൺസൂൺ ഏരിയ കവർ ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ ഇന്ത്യൻ മണ്ണിനങ്ങളെ കുറിച്ച് പഠിക്കും. അപ്പൊ സോയിൽ എന്ന് പറയുന്ന കാര്യം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? കാലക്രമേണയായിട്ട് നമ്മളെ പാറ പൊടിഞ്ഞിട്ടാണ് മണ്ണുണ്ടാവുന്നത്. അത് വളരെ അബ്രപ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. ടോപ്പോഗ്രഫി, പിന്നെ ഈ പറയുന്ന ബാക്ടീരിയൽ ആക്ഷൻ, പിന്നെ പാരന്റ് റോക്ക് മെറ്റീരിയൽ. ഇപ്പം ഏത് റോക്ക് പൊടിഞ്ഞാണ് മണ്ണ് ഉണ്ടാവുന്നത് അതിനനുസരിച്ചിരിക്കും അതിന്റെ കളറും അതിന്റെ ടെക്സ്ചറും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ചിലത് ഫെർട്ടൈൽ ആയിരിക്കും, ചിലത് വിൽ എയ്ഡ്സ് ദ വെജിറ്റേഷൻ, ചിലത് അതിന് സഹായകമാകില്ല. ഫോർ എക്സാമ്പിൾ, ഈ പറയുന്ന ലാട്രൈറ്റ് സോയിൽ പോലുള്ള സോയിലിൽ നിന്നും നമുക്ക് ഈ പാഡി കൾട്ടിവേഷൻ ഒന്നും നടക്കില്ല. അപ്പൊ ഓരോ മണ്ണിനത്തിലും ഓരോ വെജിറ്റേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പടം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിന് ഓരോ ലെയർ ഉണ്ട്, അല്ലെ? ഹ്യൂമസ്, ടോപ്പ് സോയിൽ, സബ് സോയിൽ, പിന്നെ ഏറ്റവും താഴെയുള്ളതാണ് ബെഡ് റോക്ക്. അപ്പൊ ഈ പറയുന്ന ഹ്യൂമസിലാണ് ഏറ്റവും കൂടുതലായിട്ട് ന്യൂട്രീഷൻ വാല്യൂ ഉണ്ടാവുന്നത്. അതെങ്ങനെയാണ്? മേളിലത്തെ ലെയറിലെ ചെടികളും ബാക്കി ഈ പറയുന്ന ചെറിയ ചെറിയ ഗ്രാസും കാര്യങ്ങളെല്ലാം ഡീകമ്പോസ് ചെയ്ത് അലിഞ്ഞു ചേരുന്ന ഒരു ലെയർ എന്ന് പറയുന്നത് നമ്മളെ ഹ്യൂമസ് ആണ്. അതുകൊണ്ടാണ് അതിൽ ന്യൂട്രീഷൻ വാല്യൂ വളരെ കൂടുതൽ, ഓർഗാനിക് കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ സോയിൽ ഫോർമേഷന് സഹായമാകുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് എയ്ഡ്സ് ദ സോയിൽ ഫോർമേഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. വെതറിംഗ് ഓഫ് റോക്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ടീരിയൽ ആക്ടിവിറ്റി ഉണ്ടാവുന്നുണ്ട്. നമ്മളെ ഈ വെജിറ്റേഷൻ ഗ്രോത്ത് അതിനൊരു കാരണമാണ്. പാരന്റ് മെറ്റീരിയൽ, ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇപ്പം ചെരിഞ്ഞ സ്ലാൻഡിങ് സ്റ്റോപ്പ് ആണെങ്കിൽ അവിടെ റോക്സ്, നമ്മൾ മുന്നേ ഈ ലാൻഡ് സ്ലൈഡ്, മാസ് മൂവ്മെന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെ? മുൻ ക്ലാസ്സുകളിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ സ്ലാൻഡിങ് ഏരിയ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ സോയിൽ പെട്ടെന്ന് ഉണ്ടാകാനുള്ള ചാൻസ് അധികമാണ്. കാരണം അവിടെ റോക്ക് സ്ലൈഡ് ചെയ്ത് വരുന്നു, അത് വെതറിങ് നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പാരന്റ് മെറ്റീരിയൽ ഞാൻ നേരത്തെ പറഞ്ഞു, പാരന്റ് മെറ്റീരിയലിന് അനുസരിച്ചിരിക്കും ഓരോ സോയിൽ ഉണ്ടാവുന്ന സോയിലിന്റെ ടെക്സ്ചറുകൾ. പിന്നെ ക്ലൈമറ്റ് അതിന് ഒരു കാരണമായിരിക്കുന്നു. ടൈം ഒരുപാട് എടുക്കുന്നു. ബയോളജിക്കൽ ആക്ടിവിറ്റി, അതായത് ബാക്ടീരിയ, ഫംഗസ് പോലുള്ള മൈക്രോബ്സ്, അതിന്റെ ആക്ഷൻ നടന്നത് കാരണം സോയിൽ ഫോർമേഷന് സഹായകമാകുന്നുണ്ട്, അല്ലെ? അപ്പോ ഇന്ത്യയിൽ തന്നെ വിവിധ തരം മണ്ണിനങ്ങളുണ്ട്. അത് ഏതൊക്കെ സോയിലാണ്, ഏതൊക്കെ റീജിയൻസിലാണ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതെന്നൊക്കെ UPSC ചോദിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ്. അപ്പോ ഇത് ഇന്ത്യൻ മാപ്പാണ്. ഇതിനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് സോയിൽ, അലൂവിയൽ സോയിൽ, റെഡ് ആൻഡ് യെല്ലോ സോയിൽ, ബ്ലാക്ക് സോയിൽ, ലാട്രൈറ്റ് സോയിൽ, ആരിഡ് സോയിൽ എന്നീ 5 തരത്തിലുള്ള സോയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത് നോക്കി കഴിയുമ്പോൾ ഏതൊക്കെ റീജിയനിലാണ് വരുന്നതെന്ന് നിങ്ങളൊന്നും പഠിച്ചു വെച്ചിരുന്നാൽ നന്നായിരിക്കും. ഇപ്പോ ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് സോയിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം കോട്ടൺ കൾട്ടിവേഷൻ ഏറ്റവും കൂടുതൽ എയ്ഡ് ചെയ്യുന്ന സോയിലാണ് ബ്ലാക്ക് സോയിൽ. അത് ജമ്മു ആൻഡ് കാശ്മീർ ഏരിയ കാണോ? ഇല്ല. അത് വന്നു കഴിഞ്ഞാൽ ഡെക്കാൻ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് സോയിൽ കാണുന്നത്. അപ്പം ഇന്ന സോയിൽ ഇന്ന ലൊക്കേഷനിൽ വരും എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ലാട്രൈറ്റ് സോയിൽ, നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ്
ആൻഡ് കാഷ്യൂ നട്ട്സ് ഉൽപ്പാദിപ്പിക്കാൻ വളരെ പ്രയോജനം ഉള്ള ഒരു മണ്ണിനാണ് ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. അതൊരു അരിഡ് സോയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ ഡെസേർട്ട് റീജിയനിൽ കാണപ്പെടുന്ന ഒരു തരം മണ്ണിനാണ് അല്ലെ. അപ്പം അലൂവിയൽ ആൻഡ് നെക്സ്റ്റ് അലൂവിയൽ എന്ന് പറയുന്നത് പാഡി കൾട്ടിവേഷനും ഈ പറയുന്ന വീറ്റ് കൾട്ടിവേഷനും എല്ലാം സഹായകമാകുന്ന ഒരു ടൈപ്പ് ഓഫ് സോയിലാണ്. ആൻഡ് അത് കൂടുതൽ എവിടെയാ കാണപ്പെടുന്നത് നമുക്കറിയാം, ഈ പറയുന്ന ഹിമാലയൻ മലനിരകളുടെ താഴെ ഈ അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ യൂത്ത്ഫുൾ റിവേഴ്സ് കാണപ്പെടുന്നത്. അപ്പൊ ഈ യൂത്ത്ഫുൾ റിവേഴ്സ് കൊണ്ടുവരുന്ന ഡെപ്പോസിറ്റുകൾ ഹിമാലയൻ താഴ്വരകളിൽ അടിഞ്ഞു ചേർന്ന് അങ്ങനെ ഒരു വാസ്റ്റ് റീജിയൻ ആയിട്ട് രൂപപ്പെടുന്ന ഒരു കാര്യമാണ് അലൂവിയൽ ഡെപ്പോസിറ്റ്സ് അല്ലെ. അപ്പൊ ഇനി അങ്ങോട്ട് നമ്മൾ നോക്കും. പക്ഷെ ഈ പറയുന്ന റീജിയൻസ് ജസ്റ്റ് ഞാൻ നിങ്ങളുടെ ഒരു മൈൻഡിൽ ഒന്ന് എൻഗ്രേവ് ചെയ്തിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞു പോയത്. നിങ്ങൾ ആ മാപ്പ് ശ്രദ്ധിച്ച് വായിക്കാനല്ല, ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കുക, ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിരിക്കുക എവിടെയൊക്കെയാണ് ഏതൊക്കെ സോയിലാ വരുന്നത് എന്നുള്ളത്. ഇപ്പൊ നമുക്കറിയാം ഈ ഡെക്കാൻ ട്രാപ്പ്, ഈ പറയുന്ന ഡെക്കാൻ റീജിയനിലുള്ള ഡെക്കാൻ ട്രാപ്പ്, അവിടെ നിന്ന് ഇഗ്നിയസ് ലാവ പുറത്തോട്ട് പോകും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഇഗ്നിയസ് റോക്ക് കാലക്രമേണ പൊടിഞ്ഞ് സോയിലായി മാറിയതാണ് ഈ പറയുന്ന ബ്ലാക്ക് സോയിലൊക്കെ. അപ്പൊ അത് സൂചിപ്പിക്കുന്ന ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കുക ഏതൊക്കെ സെഡിമെന്ററി റോക്ക്, ഇഗ്നിയസ് റോക്ക്, മെറ്റമോർഫിക് റോക്ക്, എവിടെയൊക്കെയാണ് ആ ഒരു സോയിൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പൊ ആദ്യത്തെ അലൂവിയൽ സോയിലാണ്. ഞാൻ നേരത്തെ തന്നെ ജസ്റ്റ് പറഞ്ഞുപോയി. പാഡി കൾട്ടിവേഷനും വീറ്റ് കൾട്ടിവേഷനും എല്ലാം വളരെ സഹായകമാകുന്ന ഒരു കൈൻഡ് ഓഫ് സോയിലാണ് അലൂവിയൽ സോയിൽ. ഏതാണ്ട് 40% ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ കവർ ചെയ്യപ്പെടുന്നു. ഹിമാലയൻ താഴ്വരകൾ തൊട്ട് നമുക്കറിയാം ഒരു ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ അറിയാമല്ലേ. അപ്പൊ അവിടെയാണ് ഏറ്റവും കൂടുതലായിട്ടും അലൂവിയൽ സോയിൽ കാണപ്പെടുന്നത്. അത് പല ടെക്സ്ചറുകളിലും കാണപ്പെടുന്നു. ഇപ്പൊ സാൻഡി, ലോം ടു ക്ലേ, പല ടെക്സ്ചറുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഒരേ ടെക്സ്ചറിലല്ല കാണപ്പെടുന്നത്. അതിൽ ഗ്രെയിൻ സൈസ് മാറുന്നുണ്ട്. കോൾസ് ടു ഫൈൻ ഗ്രെയിൻസ് ആയിട്ട് പല റീജിയൻസിലും മാറുന്നുണ്ട്. ആൻഡ് അതിന്റെ ന്യൂട്രിയൻ കണ്ടന്റ്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിച്ച് ഇൻ പൊട്ടാഷ്, പക്ഷെ ഫോസ്ഫറസ് കണ്ടന്റ് വളരെ കുറവാണ്. പൊട്ടാഷ് വളരെ കൂടുതലാണ്, പക്ഷെ ഫോസ്ഫറസ് കണ്ടന്റ് കുറവാണ്. ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക, ബുദ്ധിമുട്ടായിരിക്കും, ബട്ട് സ്റ്റിൽ ഒന്ന് മെമ്മറിയിൽ കൊണ്ടുവന്നാൽ നന്നായിരിക്കും. പിന്നെ ഖാദർ ആൻഡ് ബാങ്കർ സോയിൽ കണ്ടെയ്ൻ കാൽക്കേറിയസ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാൽക്കേറിയസ് എന്ന് പറഞ്ഞാൽ എന്താ? കാൽഷ്യം ഡെപ്പോസിറ്റ്. അതിനെ പറ്റി ഞാൻ പറയാം. കാൽഷ്യം ഡെപ്പോസിറ്റ്, കാൽഷ്യം കാർബണേറ്റിന്റെ ഫൈൻ നോഡ്യൂൾസ് ആണ് ഈ പറയുന്നത്. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഞാൻ നേരത്തെ ജസ്റ്റ് ഒരു കഥ പോലെ പറഞ്ഞു പോയി അല്ലേ. ഹിമാലയസ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത്, ജമ്മു ആൻഡ് കാശ്മീരിന്റെ ആ ഒരു ഏരിയയില്, നേപ്പാളിന്റെ ആ ഒരു ഏരിയയിൽ ഹിമാലയസ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു. അതിന്റെ താഴോട്ട് ബാബർ എന്ന് പറയുന്ന ഉരുളം കല്ലുകളാ. ഈ പറയുന്ന ഹിമാലയത്തിൽ നിന്നും നമുക്കറിയാം ഹിമാലയാസ് എന്ന് പറയുന്നത് യങ് മൗണ്ടൻ ആണ്. അപ്പം അവിടെ നിന്ന് ഒഴുകുന്ന റിവേഴ്സ് എന്ന് പറഞ്ഞാൽ യൂത്ത്ഫുൾ റിവേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഈ യൂത്ത്ഫുൾ റിവേഴ്സ് കല്ലുകളും ഈ പറയുന്ന ഡെപ്പോസിറ്റ്സ് എല്ലാം മലമുകളിൽ നിന്നും ഒഴുക്കി താഴെ കൊണ്ടുവരും. ആ താഴെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ ഒരു റീജിയനെയാണ് നമ്മൾ ബാബർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഈ കല്ലുകളായത് കാരണം ഇവിടെ വെജിറ്റേഷൻ വല്ലതും പോസിബിൾ ആവോ? ഇല്ല. ഇവിടെ നമുക്ക് ബാബർ റീജിയനിൽ വെജിറ്റേഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഹിമാലയത്തിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം ഈ ബാബർ ഏരിയയിൽ നിന്നാൽ പോലും അവിടെ വെജിറ്റേഷൻ ഉണ്ടാവില്ല. അപ്പൊ അവിടെ നിന്ന് സീപ് ത്രൂ ചെയ്ത് അത് ഊസ് ഔട്ട് ചെയ്ത് പോയിട്ട് പിന്നെ ഒരു റീജിയനിൽ അത് പൊങ്ങും. അവിടെ ഇച്ചിരി ഫെർട്ടൈൽ ആയിരിക്കും. അതാണ് നമ്മുടെ ടെറായ് റീജിയൻ. ഇപ്പൊ നമ്മൾ ദുധ്വ നാഷണൽ പാർക്ക് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദുധ്വ നാഷണൽ പാർക്ക് ഉത്തർപ്രദേശിലെ പാർക്കാണ്. ആൻഡ് ഓൾസോ ഈ പറയുന്ന വാൽമീകി നാഷണൽ പാർക്ക് അതെവിടെയാ? ബീഹാർ. ഇതെല്ലാം ടെറായ് റീജിയനിലുള്ള നാഷണൽ പാർക്കുകളാട്ടോ. അപ്പൊ ഈ ടെറായ് റീജിയൻ എന്ന് പറയുന്നത് വെജിറ്റേഷന് സഹായകമാകുന്ന ഒരു റീജിയൻ ആണ്. ഇപ്പോ ഈ പറയുന്ന ബാബർ റീജിയനിൽ നിന്നും ഊസ് ഔട്ട് ചെയ്യുന്ന വെള്ളം ഈ പറയുന്ന പർട്ടിക്കുലർ റീജിയനിൽ പോയിട്ട് വെജിറ്റേഷൻ ഉണ്ടായി നല്ല ഒരു തിക് വെജിറ്റേഷൻ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പൊ അതാണ് ടെറായ് റീജിയൻ. അപ്പൊ നിങ്ങൾ ഈ ഒരു റിവറിന്റെ 2 ഡയമെൻഷണൽ വ്യൂ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഖാദർ ബാങ്കർ എന്ന് എഴുതിയിരിക്കുന്നതാണോ? ഒരു റിവർ വാലിയുടെ 2 ഡയമെൻഷണൽ വീഡിയോ ഇത്. അപ്പൊ ഈ റിവർ വാലിയിൽ നിന്നും സൈഡിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ്. റിവർ വാലിയിൽ നിന്ന് സൈഡിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന മണ്ണാണ് ഈ പറയുന്ന ഖാദർ എന്ന് പറയുന്നത്. അത് ന്യൂ അലൂവിയം എന്ന് പറയുന്നു. എന്താ ഖാദറിന് എന്താ പറയുന്നത്? ന്യൂ അലൂവിയം.
പുതുതായിട്ട് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഇപ്പം ഈ അരുവിയുടെ സൈഡിൽ ഡെപ്പോസിറ്റ് ചെയ്യില്ലേ, അത് പുതുതായിട്ട് വരുന്ന അലൂവിയമാണ്. അതുകൊണ്ടാണ് അതിനെ ഖാദർ എന്ന് പറയുന്നത്. ഈ ഭാങ്കർ എന്ന് പറഞ്ഞാലോ, ഇതിന് നമ്മൾ ഓൾഡ് അലൂവിയം എന്ന് പറയും. ഇത് കുറച്ച് സൈഡിലേക്ക്, ഖാദർ എന്ന് പറയുന്നത് പുഴയുടെ ഏറ്റവും വിസിനിറ്റിയിൽ കാണപ്പെടുന്നു. ഭാങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാറി കാണപ്പെടുന്നു. അപ്പൊ ഇതിൽ ഖാദറിലാണോ ഭാങ്കറിലാണോ കാൽസേരിയസ് ഡെപ്പോസിറ്റ് കൂടുതൽ ഉണ്ടാവുക? ഭാങ്കറിലാണ് ഉണ്ടാവുക. കാരണം എന്ന് വെച്ചാൽ അത് ഓൾഡ് അലൂവിയമാണ്. അത് ഇറ്റ് വുഡ് ടേക്ക് ടൈം അല്ലെ, അതൊരു കാൽസേരിയസ് ഡെപ്പോസിറ്റ് ആയിട്ട് കാൽഷ്യം കാർബണേറ്റ് നൊഡ്യൂൾസ് ആയിട്ട് ഇവോൾവ് ചെയ്ത് ഡെപ്പോസിറ്റ് ആവും. കുറച്ച് സമയം എടുക്കും. സോ അതുകൊണ്ട് തന്നെ ആ പറയുന്ന കാൽസേരിയസ് ഡെപ്പോസിറ്റ്, കാങ്കർ എന്ന് പറയുന്ന ഡെപ്പോസിറ്റ് എവിടെയാണ് കാണപ്പെടുന്നത്? ഭാങ്കർ എന്ന് പറയുന്ന ഏരിയയിലാണ് കാണപ്പെടുന്നത്. ഭാങ്കർ, ഖാദർ, കാങ്കർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പേരുകൾ തമ്മിൽ കൺഫ്യൂസ് ആയി പോകരുത്. ജസ്റ്റ് കോഡ് എന്തെങ്കിലും വെച്ച് നിങ്ങൾ അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് പണ്ടേ നമ്മൾ NCERT വായിച്ചതും കേട്ടതുമായിട്ടുള്ള പഴയ കാര്യങ്ങളാണ് കേട്ടോ. ആൻഡ് ഇതിന്റെ കളറിനെ പറ്റി പറയുന്നുണ്ട്. അത് ഗ്രേ ടു ലൈറ്റ് ഗ്രേ ടു ആഷ് ഗ്രേ ആയിട്ട് ഇതിന്റെ കളർ വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാക്ക് സോയിൽ. ബ്ലാക്ക് സോയിലിനെ പറ്റി പറഞ്ഞാൽ അറിയാം, റിഗർ സോയിൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. റിഗർ സോയിൽ അഥവാ ബ്ലാക്ക് കോട്ടൺ സോയിൽ, അതായത് കോട്ടൺ വിളവെടുക്കാൻ സഹായകമാകുന്ന മണ്ണിനമാണ് ബ്ലാക്ക് സോയിൽ. സോ അത് എന്തുകൊണ്ടാണ് കോട്ടണിന് എന്താണ് അവിടെ ഗ്രോത്ത് ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത്? ജനറലി ഇതിന്റെ ടെക്സ്ചർ എങ്ങനെയായിരിക്കുന്നത്? ക്ലേയി ടെക്സ്ചർ ആണ് ഈ പറയുന്ന ബ്ലാക്ക് സോയിലിനുള്ളത്. ഡീപ്പ് ആൻഡ് ഇംപെർമിയബിൾ. പെർമിയബിൾ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? വെള്ളം സീപ്പ് ചെയ്ത് പോകുന്ന എന്നുള്ളതാണ്. ഇത് അത്യാവശ്യം തിക്കായത് കാരണം അങ്ങനെ പെട്ടെന്നൊന്നും അത് പോറസ് അല്ല. പോറസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ഹോൾസ് അല്ലെങ്കിൽ ഒരുപാട് ലാറ്റിസ് വന്നിട്ട്, ലാറ്റിസ് അല്ലെങ്കിൽ ഗ്യാപ്സ് അത് വന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഈ പറയുന്ന അരിഡ് സോയിലൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ബീച്ചിലൊക്കെ കാണുന്ന മണ്ണുണ്ടല്ലോ, അത് പോറസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന കൃഷിയൊന്നും നടത്താൻ നമുക്ക് സാധിക്കില്ല. കാരണം അവിടെ വെള്ളം ഹോൾഡ് ചെയ്ത് വെക്കില്ല. അപ്പൊ അത് കാരണം തന്നെ അത് വെള്ളം ലൂസ് ഔട്ട് ചെയ്ത് പോകും. പക്ഷെ നമ്മുടെ ബ്ലാക്ക് സോയിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. അത്യാവശ്യം ക്ലേ ആണ്, തിക്ക് ടെക്സ്ചർ ആണ്. അപ്പൊ ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത് വളരെ ഡീപ്പാണ് ആൻഡ് എന്താ പറയുന്നത്, സ്റ്റിക്കി കൈൻഡ് ഓഫ് മണ്ണിനമാണ്. വെറ്റായി കഴിയുമ്പം സ്റ്റിക്കി ആവും ആൻഡ് ഉണങ്ങി കഴിഞ്ഞാൽ അത് ഷ്രിങ്ക് ചെയ്യും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇത് റിച്ച് ആയിരിക്കുന്ന ന്യൂട്രിയൻസ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ലൈം, റിച്ച് ഇൻ ലൈം, അയൺ, മഗ്നീഷ്യ ആൻഡ് അലുമിന. ആൻഡ് ഇതിൽ വേറെ ഒന്നും കൂടെ ഉണ്ട്, പൊട്ടാഷ്യം കൂടെ ഉണ്ട്. നമ്മൾ അലൂവിയൽ സോയിൽ പറഞ്ഞപ്പോഴും പറഞ്ഞു അല്ലേ, അതിൽ പൊട്ടാഷ്യം ഉണ്ട്. പിന്നെ ഇവിടെ ഇല്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഫോസ്ഫറസ് ഇല്ല, നൈട്രജൻ ഇല്ല, ആൻഡ് ഓൾസോ ഓർഗാനിക് മാറ്ററും കുറവാണ്. പിന്നെ ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഡീപ് ബ്ലാക്ക് ടു ഗ്രേ. നമുക്കറിയാം ഇഗ്നിയസ് റോക്ക് പൗഡർ ചെയ്ത് വന്ന ഒരു ടൈപ്പ് ഓഫ് സോയിലാണ് ബ്ലാക്ക് സോയിൽ. സോ ഒബ്വിയസ്ലി അതിന്റെ കളർ ഇങ്ങനെ തന്നെയാണ്. കളറൊന്നും UPSC ചോദിക്കില്ല, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വച്ചിരുന്നാൽ മതി. ബ്ലാക്ക് സോയിൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ടെക്സ്ചറും അല്ലെങ്കിൽ അത് ഏതൊക്കെ റീജിയനിൽ കാണപ്പെടുന്നു എന്നുള്ളതും അവിടെ എന്തൊക്കെ ഗ്രോ ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കണം. അതാണ് അതാണ് ഈ ക്ലാസിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ റെഡ് ആൻഡ് യെല്ലോ സോയിൽ നോക്കാം. ഈ റെഡ് ആയിട്ട് സംതിങ് കാണപ്പെടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അയൺ കണ്ടന്റ് കൂടുതലാണെന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് മനസ്സിലപ്പോ വരണം. ഇപ്പൊ മാർസ് എന്തുകൊണ്ടാണ് ചുവന്നിരിക്കുന്നത്? മാർസ് ഇസ് കോൾഡ് ദ റെഡ് പ്ലാനറ്റ്, കാരണം അവിടെ അയൺ ഓക്സൈഡ് കൂടുതലായിട്ട് കാണപ്പെടുന്നു. അപ്പം റെഡ് ആൻഡ് യെല്ലോ സോയിൽ ഉള്ളിടത്ത് അയൺ കണ്ടന്റ് കൂടുതലാണ്. അപ്പോ ഇത് ഈ ഹൈഡ്രേറ്റഡ് ഫോമിൽ, അത് ഹൈഡ്രേറ്റഡ് ഫോം എന്ന് പറയുമ്പോൾ അവിടെ വെള്ളത്തിന്റെ കണ്ടൻസ് കൂടുതൽ കാണുമ്പോഴാണ് അത് യെല്ലോ കളറിൽ കാണപ്പെടുക. ഓക്കെ, ഇപ്പൊ ഫൈൻ ഗ്രെയിൻഡ് ആയിട്ടുള്ള റെഡ് ആൻഡ് യെല്ലോ സോയിൽ എന്ന് പറയുന്നത് നോർമലി ഫെർട്ടൈൽ ആയിരിക്കും. പക്ഷെ കുറച്ചുകൂടെ കട്ടിയുള്ള ഗ്രെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ഈ പറയുന്ന ഫെർട്ടിലിറ്റി കുറവായിരിക്കും. അവിടെ ഈ വെജിറ്റേഷൻ ഗ്രോത്ത് ഒന്നും സഹായകമാകുന്നതല്ല. കോഴ്സ്, അതായത് നമുക്കറിയാം, നമുക്ക് ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ അറിയാം, ഫൈൻ ഗ്രെയിൻ ആയിട്ടുള്ളതിൽ കുറച്ചും കൂടെ വെജിറ്റേഷൻ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമാണ്. ആൻഡ് പിന്നെ ഇതിന്റെ ന്യൂട്രിയൻസിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് ഹ്യൂമസ്, ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന റെഡ് ആൻഡ് യെല്ലോ സോയിലിൽ കാണപ്പെടുന്നില്ല.
ഇനി അടുത്തത് അതുപോലത്തെ തന്നെ വേറൊരു ടെക്സ്ചറുള്ള സോയിലാണ് ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് സോയിൽ. കാഷ്യൂ നട്ട്സ് ഗ്രോത്തിന് സഹായകമാവുന്നതാണ്. ആൻഡ് ഓൾസോ ഈ പറയുന്ന ഇഷ്ടിക ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോയിലാണ് ലാറ്ററൈറ്റ് സോയിൽ. അപ്പോൾ ഈ ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത് ഒരുപാട് ന്യൂട്രിയൻ വാല്യൂ ഉള്ള ഒരു മണ്ണിനുമല്ല. അതെന്തുകൊണ്ടാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ റെയിൻഫോൾ ഉള്ള സ്ഥലത്ത് കാണപ്പെടുന്ന ഒരു മണ്ണിനാണ്. നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണല്ലോ ഇവിടെ. അപ്പോൾ അത് കാരണം ഇതിന്റെ ന്യൂട്രിയൻസ് വാല്യൂ എല്ലാം ലീച്ച് ചെയ്ത് പോകും, ഒലിച്ചു പോകും. അത് കാരണം ന്യൂട്രിയൻസ് ഹോൾഡ് ചെയ്ത് വെക്കില്ല. ആൻഡ് ഇതിനകത്തായി കൊടുത്തിട്ടുണ്ട് ഇന്റൻസ് ലീച്ചിങ് ഡ്യൂ ടു ട്രോപ്പിക്കൽ റെയിൻസ്. നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് അതിനനുസരിച്ചുള്ള മഴ കാരണം ന്യൂട്രിയൻസ് നിൽക്കാതെ ലീച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഏതൊക്കെ കാര്യങ്ങളാണ് ഈ ലൈം, ഈ പറയുന്ന ചുണ്ണാമ്പ് എന്ന് പറയുന്നത് വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പം ചുണ്ണാമ്പും സിലിക്കയും ഈ രണ്ട് കാര്യങ്ങൾ ലീച്ച് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഏതൊക്കെ കാര്യങ്ങളാണ് റിച്ച് ആയിട്ടുള്ളത്? സോയിൽ റിച്ച് ഇൻ അയൺ ഓക്സൈഡ് ആൻഡ് അലുമിനിയം കോമ്പൗണ്ട്സ്. ആ പാട് ലെഫ്റ്റ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന ഈ രണ്ട് കോമ്പൗണ്ട്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഹ്യൂമസ് കണ്ടന്റ് ഉണ്ടാവുമോ? അതും ബാക്ടീരിയൽ ആക്ഷൻ കാരണം ചൂടുണ്ടല്ലോ, ട്രോപ്പിക്കൽ റീജിയനിലല്ലേ, ചൂട് കാരണം ഹ്യൂമസ് കണ്ടന്റും വളരെ വേഗത്തിൽ കൺസ്യൂം ചെയ്യപ്പെടുന്നുണ്ട്. ഓർഗാനിക് മാറ്റർ വളരെ കുറവാണ്. നൈട്രജൻ, ഫോസ്ഫേറ്റ് ആൻഡ് കാൽഷ്യം, ഇത്രയും കണ്ടന്റ്സ് വളരെ കുറവാണെന്ന് പറയുന്നു. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ജസ്റ്റ് എല്ലാത്തിലെ കണ്ടന്റ്സും പഠിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഐ അണ്ടർസ്റ്റാൻഡ്. ബട്ട് സ്റ്റിൽ നിങ്ങൾ വായിക്കുമ്പോഴത്തേക്കും ഇന്ന കാര്യങ്ങളില്ല, ഇന്ന കാര്യങ്ങൾ ഒരു ക്രോപ്പ് ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഇത്രയും ഈ സോയിലിൽ ലാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഐഡിയാസ് മനസ്സിൽ വെച്ച് പോവുക. എക്സസ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് അല്ല, എക്സസ് ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? അയൺ ഓക്സൈഡ് ആൻഡ് പൊട്ടാഷ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ലാറ്ററൈറ്റ്സ് ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ കൾട്ടിവേഷൻ. നമ്മുടെ ഈ പാഡി കൾട്ടിവേഷൻ ആയാലും ഈ പറയുന്ന വീറ്റ് കൾട്ടിവേഷൻ ഒന്നും പറ്റുന്ന ഒരു മണ്ണിനല്ല. അതിനൊക്കെ പറ്റുന്ന സോയിൽ ഏതാണ്? അലൂവിയൽ സോയിൽ ആണ് അല്ലെ. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരള. ആൻഡ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ട്രീ ക്രോപ്സ് ലൈക്ക് കാഷ്യൂ നട്ട്, നേരത്തെ പറഞ്ഞ പോലെ. ആൻഡ് വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, വൈഡ്ലി യൂസ്ഡ് ആസ് ബ്രിക്സ് അല്ലെ, ഫോർ ഹൗസ് കൺസ്ട്രക്ഷൻ. അത് ഇതിന്റെ മറ്റൊരു ആപ്ലിക്കേഷൻ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ആരിഡ് സോയിൽ. ആരിഡ് സോയിൽ, ആ വാക്ക് കേട്ടാൽ തന്നെ നമുക്കറിയാം അത് ഡെസേർട്ട് ഏരിയയിൽ കാണപ്പെടുന്ന മണ്ണിനമാണ്. സോ ഡെസേർട്ട് ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ രാജസ്ഥാൻ, താർ മരുഭൂമിയൊക്കെ മനസ്സിൽ വരുന്നുണ്ടാവും. അപ്പൊ തന്നെ അതിലെ മണല് നമുക്കറിയാം എങ്ങനെയിരിക്കും. ഏതാണ്ട് നമ്മൾ ഈ ബീച്ചിലേക്ക് മണ്ണ് കാണില്ലേ, ഏതാണ്ട് അതേ മണ്ണ് തന്നെയാണ്. അപ്പൊ എന്താ അതിന്റെ ടെക്സ്ചർ ആൻഡ് സ്ട്രക്ചർ? സാൻഡി ആണ് അല്ലെ. സാൻഡി ആണ്, മാത്രമല്ല സലൈൻ ആണ്. എന്തുകൊണ്ട് സലൈൻ ആവുന്നത്? കാരണം വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും താഴെയുള്ള ആ ഒരു സലൈനിറ്റി, ആ ഉപ്പ് അത് പുറത്തേക്ക് വരും. അങ്ങനെയാണത് സലൈൻ ആവുന്നത്. മോയ്സ്ചർ കണ്ടന്റ് കുറവാണ്, ഹ്യൂമസ് കണ്ടന്റ് കുറവാണ്, ആൻഡ് നൈട്രജൻ വളരെ കുറവാണ്. അപ്പൊ മോയ്സ്ചറും ഹ്യൂമസും കുറവാണ്, നൈട്രജൻ കണ്ടന്റും ഇൻസഫിഷ്യന്റ് ആണ്. ഇത് നമ്മൾ ഉസറ സോയിൽസ് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പോ ലാർജർ പ്രൊപ്പോർഷൻ ഓഫ് സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം ഈ സോയിൽസിൽ കാണപ്പെടുന്നുണ്ട്. ഇൻഫെർട്ടൈൽ ആണ്, കാരണം ക്രോപ്സ് ഒന്നും ഗ്രോ ചെയ്യില്ല. ജസ്റ്റ് നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. സോൾട്ടി നേച്ചർ കൂടുതലായിരിക്കും, സലൈൻ ആണ്. ഈ സാൻഡി ടു ലോമി സ്ട്രക്ചർ ആണ് അതിൽ കാണപ്പെടുന്നത്. ആൻഡ് നൈട്രജൻ, കാൽഷ്യം മുതലായ ന്യൂട്രിയൻസ് അതിനകത്ത് ലാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോ നമുക്ക് ഈ കച്ച് ഏരിയയൊക്കെ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അവിടെ ഉപ്പുപാടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. സീ വാട്ടർ ഇൻട്രൂഡ് ചെയ്യുന്നത് കാരണം അവിടെ സലൈൻ സോയിലായിട്ട് രൂപപ്പെടുകയാണ് കാലക്രമേണ. സോ അതാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. സീ വാട്ടർ ഇൻട്രൂഷൻസ് ഇൻ ദ ഡെൽറ്റ പ്രൊമോട്ട്സ് occurrence ഓഫ് സലൈൻ സോയിൽ. കച്ച് റീജിയൻ നിങ്ങൾ മനസ്സിൽ ഓർത്താൽ മതി. ആ വൈറ്റ് കളർ സോൾട്ട് പാൻ പോലെ ഇങ്ങനെ കാണും ചില സിനിമകളിലൊക്കെ. ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കച്ചിൽ പോകാത്തവർക്ക്. പിന്നെ മാത്രമല്ല, ഈ സലൈൻ സോയിൽ കാണപ്പെടുന്ന വേറെ മേഖല എന്ന് പറയുന്നത് ഇറിഗേഷൻ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മേഖലകളും. കാരണം വെള്ളം വാട്ടർ ലോഗ് ചെയ്ത് കിടന്ന് പിന്നെ അത് ഇവാപറേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു കാപ്പിലറി റൈസ് എന്ന് പറഞ്ഞൊരു ആക്ഷൻ നമ്മൾ
ഫിസിക്സിലൊക്കെ പണ്ട് കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് കാരണമാണ് ഈ അണ്ടർഗ്രൗണ്ടിലുള്ള ഉപ്പ് മുകളിലോട്ട് വരികയും വെള്ളം ഇവാപറേറ്റ് ചെയ്ത് പോകുമ്പോൾ അത് സോൾട്ട് പാൻ ആയിട്ട് നിൽക്കുകയും ചെയ്യും. അങ്ങനെയാണ് അത് സലൈൻ സോയിൽ ആയിട്ട് വരുന്നത്. ഓക്കെ, farmers are advised to add gypsum to solve the problem of salinity in the soil. ഇപ്പൊ ജിപ്സം ആഡ് ചെയ്യാറുണ്ട് ഫാമേഴ്സ്, ഈ പറയുന്ന സോയിൽ സാലിനിറ്റി ഇഷ്യൂസ് എല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട്. അപ്പൊ സലൈൻ സോയിലിന്റെ പരിപാടി കഴിഞ്ഞു. അടുത്ത നമ്മൾ PT സോയിലോട്ടാണ് പോകുന്നത്. PT സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ചതുപ്പ് നിലം. ഓക്കെ, നമ്മൾ കൂടുതൽ ഈ പറയുന്ന മാർഷ് ലാൻഡ്സ് എന്നൊക്കെ പറയില്ലേ, അവിടെ കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് മണ്ണിനമാണ് PT സോയിൽ. അത് അപ്പൊ ചതുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടല്ലേ. അപ്പൊ എന്താണ്? ഏരിയ ഓഫ് ഹെവി റെയിൻഫോൾ ആൻഡ് ഹൈ ഹ്യൂമിഡിറ്റി ആൻഡ് ഹൈ വെജിറ്റേഷൻ. അപ്പൊ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ആയത്. അപ്പം ഹൈ ഓർഗാനിക് മാറ്റർ കണ്ടന്റും ഉണ്ട് അല്ലെ, ഹ്യൂമിഡിറ്റി ഉണ്ട്, വെള്ളം ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടും ഓർഗാനിക് മാറ്റർ കണ്ടന്റ് കൂടുതലായിരിക്കും. ഇനി അടുത്ത ഫോറസ്റ്റ് സോയിൽ. ഫോറസ്റ്റ് സോയിലിനെ പറ്റി ഇനി പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അതിന്റെ ടെക്സ്ചർ എന്ന് പറയുന്ന ലോമി ആൻഡ് സ്ലിറ്റി ആണ്. അവിടെ എപ്പോഴും മഴ ലഭിക്കുന്ന ഒരു ഏരിയ ആണ്. സോ അവിടെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഉണ്ടാവും, ഓർഗാനിക് മാറ്റർ ഉണ്ടാവും അല്ലെ. അപ്പോൾ നമ്മൾ സോയിൽസിന്റെ ഒരു പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഇന്ത്യൻ അഗ്രികൾച്ചർ. ഓക്കെ, ഇന്ത്യൻ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും മോസ്റ്റ്ലി എ കൈൻഡ് ഓഫ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൃഷി നടത്തുന്നു എന്നുള്ളതാണ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ ഇപ്പോഴത്തെ സർവേ പറയുന്നത് ഏതാണ്ട് 46% എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സെക്ടറാണ് ഈ പറയുന്ന അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഏറ്റവും കൂടുതലുള്ള കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് ക്രോപ്പ് കൾട്ടിവേഷൻ തന്നെയാണല്ലേ. ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ഈ പറയുന്ന ഫുഡ് ക്രോപ്പ് കൾട്ടിവേഷൻ തന്നെ ഈ മഴയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണോ അതോ ഇറിഗേഷൻ കൊടുത്തിട്ടാണോ ഇത് നിലനിൽക്കുന്നത്? കുറെ ക്രോപ്സ് എല്ലാം റെയിൻഫെഡ് ക്രോപ്സ് ആണ്, നേരെ മറിച്ച് കുറച്ചൊക്കെ ഇറിഗേറ്റഡുമാണ് അല്ലെ. നമുക്കറിയാം കൃഷി സിഞ്ചായി യോജന പോലുള്ള ഒരുപാട് ഗവൺമെന്റ് പോളിസീസ് ഉണ്ട്, നിലവിലുണ്ട് ഇറിഗേഷൻ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ആൻഡ് നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നോക്കുന്നത് ഡിഫറെന്റ് ക്രോപ്പിംഗ് സീസൺസ്. ഏതൊക്കെ ക്രോപ്പിംഗ് സീസൺ ആണ് ഉള്ളത്? അതായത് ഖാരിഫ്, റാബി, സെയ്ദ്. അത് പറയാം, ഇനി അങ്ങോട്ട് പറയാം ഏതൊക്കെ മാസങ്ങളിലാണ് ഈ പറയുന്ന സീസൺസ് ഉള്ളത്, ഏതൊക്കെ ക്രോപ്സ് ആണ് ഈ പറയുന്ന സീസൺസിൽ ഗ്രോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇനി അങ്ങോട്ടുള്ള സ്ലൈഡ്സിൽ നോക്കും. അപ്പോ മേജർ ക്രോപ്സ് ആണ് നോക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന ക്രോപ്സ് ഏതൊക്കെയാ? ഫുഡ് ഗ്രെയിൻസ് ഉണ്ട്, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ളതുണ്ട്, പ്ലാന്റേഷൻ, ഹോർട്ടിക്കൾച്ചർ. ഇനി അങ്ങോട്ടുള്ള സ്ലൈഡ്സിൽ നമ്മൾ നോക്കുവേ. ആൻഡ് മാന്യൂറിന് വേണ്ടിയിട്ടുള്ള ക്രോപ്സ് ഉണ്ട്. അപ്പം ഈ പല ക്രോപ്സും പല ക്രോപ്പിംഗ് സീസണിലേക്ക് ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ക്രോപ്പിംഗ് സീസൺ ഏതൊക്കെ ക്രോപ്സ് അതിൽ ഗ്രോ ചെയ്യുന്നു എന്നുള്ളത് അങ്ങോട്ട് നോക്കാം. മെയിൻ ആയിട്ട് ഖാരിഫ് സീസൺ വരുന്നത് എപ്പോഴൊക്കെയാണ്? ജൂൺ ടു സെപ്റ്റംബർ മാസങ്ങളിൽ, അതായത് മഴക്കാലം എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഈ മഴക്കാലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഗ്രോ ചെയ്യുന്നത്, അപ്പം വെള്ളം വേണം, വെള്ളം ആവശ്യമുള്ള ക്രോപ്സ് ആണെന്നുള്ളത് മൈൻഡിൽ വെക്കുക. റെയിൻഫെഡ് ക്രോപ്സ് ആയിരിക്കും. അപ്പം നോർത്തേൺ സ്റ്റേറ്റ്സും സദേൺ സ്റ്റേറ്റുമായിട്ട് നമ്മളൊരു ഇമാജിനറി ലൈൻ ബൗണ്ടറി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. നോർത്തിലോട്ട് പോകുമ്പോഴത്തേക്കും റൈസ് കാണാം. റൈസ് നമുക്കറിയാം, ഈ റൈസിന് വെള്ളം വേണം. പാടം കണ്ടിട്ടില്ലേ, വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ വാട്ടർ എടുക്കുന്ന ക്രോപ്പാണ് ഈ പറയുന്ന റൈസ് എന്ന് പറയുന്നത്. സോ അതൊരു ഖാരിഫ് ക്രോപ്പാണ്. അത് ജസ്റ്റ് ഇൻ കേസ് നമുക്ക് ഖാരിഫ് ആണോ റാബി ആണോ എന്ന് അറിയില്ലെങ്കിൽ പോലും ഖാരിഫ് എന്ന് പറയുന്നത് ഈ സീസൺ ആണ്, സോ മഴ വേണ്ടി വരുന്ന ക്രോപ്പാണെന്നൊക്കെ ജസ്റ്റ് കണക്ട് ചെയ്ത് എലിമിനേറ്റ് ചെയ്യാനെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, കോട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, കോട്ടൺ വിളയുന്ന മണ്ണിന് ഏതാണ്? ബ്ലാക്ക് സോയിൽ അല്ലെ. അപ്പൊ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ക്ലേ സോയിൽ, വാട്ടർ റിറ്റൈൻ ചെയ്ത് വെക്കുന്ന ഒരു സോയിലാണ്. സോ കോട്ടൺ ഇസ് എ ഖാരിഫ് ക്രോപ്പ്. നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ബജ്ര, മെയ്സ്, ജോവ, തുർ എന്ന് പറഞ്ഞാൽ തുവരപ്പരിപ്പിനെയാണ് പറയുന്നത് കേട്ടോ. ഇത് ഇത്രയും നോർത്തേൺ സ്റ്റേറ്റ്സിലുള്ളതാണ്. സദേൺ സ്റ്റേറ്റ്സിലേക്ക് വരുമ്പോഴേതാ? റൈസ് കോമൺ ആണ്, മെയ്സും ജോവാറും കോമൺ ആണ്. പിന്നെ ഇവിടെ ഗ്രൗണ്ട്നട്ട് പറയുന്നുണ്ട് ആൻഡ് റാഗി. ഓക്കെ, ഇനി റാബി സീസൺ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വിന്റർ, തണുപ്പുള്ള കാലത്തിലേക്ക് പോവാം. ഒക്ടോബർ ടു മാർച്ച് ആ ഒരു കുറച്ച് തണുപ്പ് സീസൺ എന്നുള്ള ഒരു മേഖലയിലേക്ക് പോവാണ് റാബി ക്രോപ്സ്. അപ്പോ റാബിയിൽ കാണപ്പെടുന്ന മെയിൻ ആയിട്ടുള്ള ക്രോപ്പാണ് ഏത്? വീറ്റ്, ഗ്രാം, റൈപ്പ് സീഡ്സ്, മസ്റ്റാർഡ്, ബാർലി. പക്ഷേ സദേൺ സ്റ്റേറ്റ്സിൽ നമ്മൾ നേരത്തെ ഖാരിഫ് നോക്കില്ലേ,
അതേ സാധനം തന്നെ ഇവിടെ റാബിയിലും വരുന്നുണ്ട്. റാബിയിൽ റൈസും ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇവിടെ ഗോതമ്പ് പാടങ്ങളൊക്കെ വളരെ കുറവല്ലേ. ഇവിടെ അരിയുടെ നെല്ലിന്റെ നെൽകൃഷി മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് സീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ സെയ്ദ് സീസൺ. സെയ്ദ് എന്ന് പറയുമ്പോഴത്തേക്കും ഏപ്രിൽ ടു ജൂൺ വരുന്ന ഒരു കാലയളവാണ്. അവിടെ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. മറ്റേത് രണ്ടുമാണ് ഈ ക്രോപ്സിൽ ഏതൊക്കെ ക്രോപ്സ് ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ ഇതിൽ വരുന്നുള്ള നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. പക്ഷെ സെയ്ദ് എന്ന് പറയുമ്പോൾ എന്താ, ഫോഡർ ക്രോപ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെയാ വരുന്നത്. പക്ഷെ ഇവിടെ സദേൺ സ്റ്റേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ സെയ്ദ് സീസണിലും റൈസ് ഉണ്ട് കേട്ടോ. റൈസ് ഉണ്ട്, വെജിറ്റബിൾസ് ആൻഡ് ഫോഡർ കോമൺ ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി ഐഡിയ മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ ഇത് ഈ ജസ്റ്റ് ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. ഓയിൽ സീഡ്സിൽ ഏതൊക്കെ വരും, പൾസസിൽ ഏതൊക്കെയാ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, സിറിയൽസിൽ ഏതൊക്കെയാ, വെജിറ്റബിൾസ് ഫ്രൂട്ട്സും പിന്നെ നമുക്കറിയാലോ. ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. ഇത് കാര്യമായിട്ട് ഇന്ന് വായിച്ചു പഠിക്കേണ്ട കാര്യമൊന്നുമല്ല. ജസ്റ്റ് ഒരു ടേബിൾ കൊടുത്തിട്ടുള്ളേ ഉള്ളൂ നിങ്ങളുടെ ഒരു ഈസ് ഓഫ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. അപ്പൊ ഇത് 4 തരം ക്രോപ്പിലെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഇവിടെ ഈ ടേബിളിൽ എടുത്ത് പറയുന്നത്. അതായത് റൈസ് ഉണ്ട്, വീറ്റ് ഉണ്ട്, മില്ലറ്റ്. അപ്പൊ മില്ലറ്റ്സ് എന്ന് പറയുന്നതിൽ തന്നെ പല വകഭേദങ്ങളുണ്ട്. ഫിംഗർ മില്ലറ്റ്സ്, പേൾ മില്ലറ്റ്, ഇതിനൊക്കെ പല പേരുകളുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ നന്നായിരിക്കും. 2023 ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിരുന്നു, ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിരുന്നു. ഓക്കെ, സോ ഗവൺമെന്റ് തന്നെ ഒരുപാട് പോളിസീസ് കൊണ്ടുവന്നിട്ടുണ്ട് ടു പ്രൊമോട്ട് ദി ഗ്രോത്ത് ഓഫ് ഓർ ടു പ്രൊമോട്ട് ദി കൾട്ടിവേഷൻ ഓഫ് മില്ലറ്റ്സ്. മില്ലറ്റ് എന്ന് പറഞ്ഞാൽ അധികം വെള്ളം എടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്രോപ്പ് അല്ല. അധികം വാട്ടർ വേണ്ടി വരില്ല. അത് ഡ്രൈ ഏരിയാസിലും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഗ്രാം. ഇത്രയും കാര്യങ്ങളെ പറ്റിയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, റൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫുഡ് ക്രോപ്പ് ആണ് അല്ലെ. ആൻഡ് ഓൾസോ വീറ്റും ഫുഡ് ക്രോപ്പ് ആണ്. ഈ പറയുന്ന സീസൺ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഖാരിഫ്, റൈസിന്റെ നമ്മൾ നോക്കുന്നത് ഖാരിഫ്. പിന്നെ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് കണ്ടീഷൻ വേണം. അത്യാവശ്യം വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ആൻഡ് സോയിൽ എന്ന് പറയുന്നത് ഏതാ, ക്ലേ കൈൻഡ് ഓഫ് സോയിൽ നമുക്ക് വേണ്ടത്. ലേബർ ഇന്റൻസീവ് ആണ്. നമുക്കറിയാം ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഉള്ളതെന്ന്. സ്റ്റേപ്പിൾ ഫുഡാണ്. വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ കൾട്ടിവേഷൻ കാണുന്നത് അല്ലെ. ആൻഡ് വീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും റാബി സീസണിലാണ് കൂടുതൽ. ഞാൻ പറഞ്ഞത് റാബി സീസൺ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കൂൾ ക്ലൈമറ്റ് ആണെന്നുള്ള ഒരു ഐഡിയ വേണം. മഴയുടെ അളവ് എത്രയാണ്, 75 to 100 സെന്റിമീറ്റർ ആണ്. മറ്റേത് പറയുമ്പോഴത്തേക്കും 150 തൊട്ട് 300 സെന്റിമീറ്റർ വരെയാണ് അല്ലെ. ആൻഡ് ഇവിടെ എന്ന് പറയുന്നത് വെൽ ഡ്രെയിൻഡ്, ഫെർട്ടൈൽ, ലോമി ആൻഡ് ക്ലേ സോയിൽ. രണ്ടും ഏതാണ്ട് ക്ലേ കൈൻഡ് ഓഫ് അലൂവിയൽ സോയിൽ തന്നെയാണ് ഇവിടെ നമുക്ക് ആവശ്യം. ഓക്കെ, ഇവിടെ പക്ഷെ ലേബർ ഇന്റൻസീവ് അല്ല. നമുക്കറിയാം ഈ ഹാപ്പി സീഡർ പോലുള്ള പദ്ധതികളൊക്കെ നമുക്കറിയാം എല്ലാം മെക്കനൈസ്ഡ് ആണ്. വീറ്റ് പ്രൊഡക്ഷൻ ആൻഡ് കൾട്ടിവേഷൻ എല്ലാം മെക്കനൈസ്ഡ് ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് UP, പഞ്ചാബ്, മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളാണ്. പിന്നെ മില്ലറ്റ് എന്ന് പറയുന്നത് ഖാരിഫ് ക്രോപ്പ് തന്നെയാണ്. ഹൈ ടെമ്പറേച്ചർ, ഞാൻ നേരത്തെ പറഞ്ഞ അധികം വെള്ളത്തിന്റെ ആവശ്യമില്ല. 50 to 100 സെന്റിമീറ്റർ വരെയുള്ള വെള്ളം മതി. ആൻഡ് അതുകൊണ്ട് തന്നെ ഇപ്പം ഡ്രൈ ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ വരുന്ന രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങൾ, ആന്ധ്രാപ്രദേശ്, കർണാടക. ഓക്കെ, യു ക്യാൻ ജസ്റ്റ് ഇമാജിൻ. അത് പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് കൺഫ്യൂഷൻ തോന്നും. പക്ഷെ രാജസ്ഥാൻ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കുത്താൻ അറിയാം. എന്താ മില്ലറ്റ്സ് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഗ്രാംസിലോട്ട് പോവുകയാണെങ്കിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് എന്താണ് ഫുഡ് ക്രോപ്പ്, പൾസസ്, ഫോഡറിലൊക്കെ വരുന്ന ഒരു ക്രോപ്പാണ് ഗ്രാം. ആൻഡ് ഇത് റാബി സീസണിലാണ് ഗ്രോ ചെയ്യുന്നത്. ആൻഡ് ഒരു മൈൽഡ് റാബി സീസൺ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരു മൈൽഡ് കൂൾ ആയിട്ടുള്ള ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനാണ് നമുക്ക് ഇവിടെ ആവശ്യം. ആൻഡ് ലോമി സോയിലാണ് ആവശ്യം. ആൻഡ് 1-2 സംസ്ഥാനങ്ങൾ പറയുകയാണെങ്കിൽ മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര. ഓക്കെ, ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോ ഇവിടെ എന്ന് പറയുന്നത്, ഇവിടെ ഒരു തിരുത്തുണ്ട്. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വീറ്റ് എന്ന് പറയുന്നത് പഞ്ചാബ് അല്ല, UP ആണേ. ജസ്റ്റ് കറക്റ്റ്. ഓക്കെ, മേജർ വീറ്റ് പ്രൊഡ്യൂസിങ് ഏരിയ എന്താണ്? അലൂവിയൽ സോയിൽ കാണപ്പെടുന്ന ഏരിയ ഞാൻ പറഞ്ഞില്ല. അലൂവിയൽ സോയിൽ ഏതാണ്ട് ഈ ഏരിയകളിലാണ് കാണപ്പെടുന്നത്. ഇൻഡോ ഗാഞ്ചറ്റിക് പ്ലെയിൻ. ഓക്കെ, സോ ഇന്ന ഏരിയകൾ, പഞ്ചാബ്, ഹരിയാന, ഇന്ന സംസ്ഥാനങ്ങളിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുകയാണ്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് മനസ്സിൽ ഇമാജിൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് അടുത്തത് റൈസ് ഗ്രോയിങ് ആയിട്ടുള്ള ഏരിയ എവിടെയാണ്? ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആരാ? റൈസിന്റെ വെസ്റ്റ് ബംഗാൾ ആണ് അല്ലെ. റൈസ് എത്ര ഏരിയയിൽ കാണപ്പെടുന്നുണ്ട്? കേരള, വെസ്റ്റ് ബംഗാൾ, UP, മധ്യപ്രദേശ്, ഇത്ര ഏരിയയിൽ. അത് മേജർ ഏരിയ ആണ് ഡാർക്ക് ബ്ലൂവിൽ കാണിച്ചിരിക്കുന്നത്. അതർ ഏരിയാസ് കുറച്ച് ഷെയ്ഡ് മാറ്റി കാണിച്ചിട്ടുണ്ട്, വയലറ്റ് ഷെയ്ഡിൽ കാണിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും അറിയേണ്ട. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ വെസ്റ്റ് ബംഗാൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി.
പിന്നെ ജൂട്ട് ആൻഡ് കോട്ടൺ നമുക്കറിയാം, ഇത് വെസ്റ്റ് ബംഗാൾ ഏരിയയിലാണ് ജൂട്ട് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജൂട്ടിനും അത്യാവശ്യം വെള്ളം ആവശ്യമാണ്. വാട്ടർ ഇന്റൻസീവ് ക്രോപ്പ് തന്നെയാണ് ജൂട്ടും. ആൻഡ് ഈ കോട്ടണിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഡെക്കാൻ അല്ലേ, മഹാരാഷ്ട്രയാണോ എന്ന് ഒരു കുത്താനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഗുജറാത്ത് ആണ് കേട്ടോ. ഇനി ടീ ആൻഡ് കോഫിയിലേക്ക് വരാം. അപ്പം കർണാടകയാണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോഫി എന്ന് പറയുന്നത്. ഈ പറയുന്ന സിവറ്റ് കോഫിക്കൊക്കെ പേര് കേട്ട, ആൻഡ് ഓൾസോ അറബിക്ക. ഇപ്പം കോഫിയിൽ തന്നെ 2 വെറൈറ്റീസ് ഉണ്ടല്ലോ, റോബസ്റ്റ ആൻഡ് അറബിക്ക. ഈ അറബിക്കയ്ക്കാണ് അത്യാവശ്യം എന്താ പറയാ, നല്ല ഫ്ലേവർ ഉള്ള, ഏറ്റവും ക്വാളിറ്റി കൂടുതലുള്ള ഒരു കോഫിയാണ് അറബിക്ക. റോബസ്റ്റ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അറബിക്ക അത്രയും വിവിഡ്ലി കാണുന്നില്ല, ബട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയും കോസ്റ്റും കൂടിയ ഒരു കോഫി ഇനമാണ് അറബിക്ക എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും കാണപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. ആൻഡ് കർണാടകയിലെ സിവറ്റ് കോഫി വളരെ ഫേമസ് ആണ്. ഓക്കെ, ആൻഡ് ടീ വെച്ച് നോക്കുകയാണെങ്കിൽ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ നമുക്കറിയാം ആസാം ടീ. ആസാം ആപ്പിൾ വാലി തേയിലയൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് എന്താ ഇമാജിൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഷുഗർ കെയിൻ്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് UP ആണ്. അത് വാട്ടർ ഇന്റൻസീവ് ക്രോപ്പാണ് ഷുഗർ കെയിൻ. ഇത് മുന്നേ UPSC ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതായിരുന്നു. ഇനി അടുത്തത്, ഇപ്പൊ നമ്മൾ അഗ്രികൾച്ചർ പറഞ്ഞു വന്നില്ലേ, ഇനി അടുത്ത് നമ്മൾ ഇറിഗേഷനിലേക്കാണ് പോകുന്നത്. ഒരുപാട് ക്രോപ്സ് എന്താണ് റെയിൻഫെഡ് ആണ്. നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥ അനുസരിച്ച് മഴ ലഭിക്കുമ്പോൾ അതനുസരിച്ച് ഗ്രോ ചെയ്യുന്ന ക്രോപ്സ് ഉണ്ടെങ്കിൽ പോലും ചില ക്രോപ്സിന് എക്സ്ട്രാ ആയിട്ട് വെള്ളം വേണ്ടി വരും. ചില സ്ഥലങ്ങളിൽ ഇറിഗേഷൻ, വാട്ടർ പ്രോബ്ലം ഉള്ള സ്ഥലങ്ങളിൽ ഇറിഗേഷൻ എസ്പെഷ്യലി നമുക്ക് വേണ്ടി വരും. സോ അങ്ങനെ കുറെ സാഹചര്യങ്ങളിൽ ഇറിഗേഷൻ ഉപയോഗപ്രദമാകാറുണ്ട്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇറിഗേഷൻ. എല്ലാ സ്ഥലത്തും ഒരേപോലെയാണോ മഴ ലഭിക്കുന്നത്? അല്ല, അൺഈവനായിട്ട് ലഭിക്കുന്ന സ്ഥലങ്ങളുണ്ട്. മാത്രമല്ല ചില ക്രോപ്സിന് വെള്ളം കുറച്ച് അധികം ആവശ്യമുണ്ടാവാം. പിന്നെ ചിലയിടത്തെ ടോപ്പോഗ്രഫി അല്ലെങ്കിൽ ചിലയിടത്തെ ക്ലൈമറ്റ്, ഇതെല്ലാം ഇഷ്യൂ ആയിട്ടുണ്ടാവും ക്രോപ്പ് കൾട്ടിവേഷന്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം കൂടുതലും കുറവും എല്ലാം ആവശ്യമായിട്ടുണ്ടാവും. സോ അതുകൊണ്ടാണ് അവിടെയാണ് ഇറിഗേഷന്റെ യൂട്ടിലിറ്റി വരുന്നത്, അല്ലെ? ആൻഡ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇറിഗേഷൻ ഉണ്ട്. അത് നമ്മൾ അങ്ങോട്ട് നോക്കും. ഇപ്പോ നമ്മുടെ രാജ്യത്ത് തന്നെ കിസാൻ സിഞ്ചായി യോജനയൊക്കെ ഉണ്ട്. ഇറിഗേഷന് വേണ്ടിയിട്ട് ഫാമേഴ്സിന് ഇൻസെന്റീവ്സ് കൊടുക്കുന്ന ഗവൺമെന്റ് പോളിസീസ് ഉണ്ട്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാം ഇറിഗേഷന്റെ യൂട്ടിലിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇറിഗേഷൻ ഏതൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തത് ചെക്ക് ബേസിൻ ഇറിഗേഷൻ. നിങ്ങൾ ഈ പടം കാണുമ്പോൾ തന്നെ അറിയാം, ഇത് ക്രോപ്പിന്റെ ഏരിയ ആണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നത്. ചെക്ക് ബേസിൻ ഇറിഗേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചാനൽ പോലെ ഉണ്ടാവും, വാട്ടർ സപ്ലൈ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ഇവിടെ സപ്ലൈ ഡിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു ചെറിയൊരു ഫണൽ പോലെ ഒരു ചാനൽ വഴി നമുക്ക് ആ ക്രോപ്സിലേക്ക് വെള്ളം ഡൈവേർട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ പ്ലോട്ട് വേർതിരിച്ചിട്ടുണ്ട് ബണ്ട് പോലെ വെച്ചിട്ട്, അല്ലെ? സോ ഈ പറയുന്ന ചാനലിൽ നിന്നും വെള്ളം ക്രോപ്സിലേക്ക് എടുക്കുന്ന രീതിയാണ് ഈ പറയുന്ന ഓസ് പോലുള്ള കാര്യങ്ങൾ വെച്ചിട്ട്. ഓക്കെ, സോ ദിസ് ഇസ് ചെക്ക് ബേസിൻ ഇറിഗേഷൻ. അടുത്തത് ഫെറോ ഇറിഗേഷൻ. സോ ഇത് കണ്ടോ, ഇതിപ്പോ പാടത്തിന്റെ നടുക്കൂടെ വെള്ളം തുറന്നു വിട്ടിരിക്കുകയാണ്. ലൈക്ക് ഈ ഫറോ പോലെ, ഈ പറയുന്ന സ്ട്രിപ്പ് പോലെ വെള്ളം തുറന്നു വിട്ടിരിക്കുകയാണ്. സോ ദാറ്റ് ക്രോപ്സിലേക്ക് ഈസിലി ആക്സസിബിൾ ആവുന്നുണ്ട്. ഇതാണ് ഫെറോ ഇറിഗേഷൻ. നമുക്ക് ഈ പടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ജസ്റ്റ് ഇത് എന്താണ് ഏതാണെന്നൊന്നും UPSC അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഇത് മെയിൻസിലൊക്കെ ഉത്തരങ്ങൾ എഴുതുമ്പോൾ, ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇറിഗേഷനിലൊക്കെ നമ്മൾ ഉത്തരങ്ങൾ എഴുതുമ്പോഴത്തേക്കും നമുക്ക് ഏതൊക്കെ ഇറിഗേഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് പോയിന്റ്സ് ഇട്ട് മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മളിപ്പോ നേരത്തെ നോക്കിയത് ബോർഡർ സ്ട്രിപ്പ് മെത്തേഡിലുള്ള ഇറിഗേഷൻ ആണ്. ഇത് ഫെറോ ഇറിഗേഷൻ ആണ്. നെക്സ്റ്റ് പറയുന്നത് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. സോ ഇതൊന്നും നമുക്ക് എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല, പടം കാണുമ്പോൾ തന്നെ മനസ്സിലായത് എന്താ സംഭവം. ഇത് ഒരു പർട്ടിക്കുലർ നോസിലൂടെ സ്പ്രിങ്കിൾ ചെയ്ത് വിടുകയാണ്. അതായത് ഇത് മൈക്രോ ഇറിഗേഷന്റെ ഭാഗമാണ്. വെള്ളം ഈക്വലി എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്, അല്ലെ? ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് ഫൗണ്ടൻ പോലെ വരുമ്പോഴത്തേക്കും ഈക്വലി ക്രോപ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. അടുത്തത് ഡ്രിപ്പ് ഇറിഗേഷൻ. ഇതൊരു മൈക്രോ ഇറിഗേഷൻ ടെക്നിക്കാണ്. പ്രിസിഷൻ അഗ്രികൾച്ചർ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഏറ്റവും ആവശ്യമുള്ളത് എന്നുള്ളതാണ്. ഏറ്റവും പ്രിസൈസ് ആയിട്ട് നമ്മള്
ഇറിഗേറ്റ് ചെയ്യാണ് ഫീൽഡിനെ. സോ ആ പ്രിസിഷൻ അഗ്രികൾച്ചറിൽ വരുന്ന ഒരു കാര്യമാണ് ഡ്രിപ്പ് ഇറിഗേഷനും. അതായത് ഈ പറയുന്ന ഈ വയർ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ നോസിൽ ഉണ്ട്. സോ അവിടെ നിന്ന് മാത്രം വളരെ ആവശ്യമുള്ള ജലമാണ് ഈ ചെടിയിലേക്ക് എത്തുന്നത് അല്ലെ. ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഫോക്കസ് ചെയ്തിട്ടാണ് വെള്ളം പോകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രിസിഷൻ അഗ്രികൾച്ചർ വിത്ത് ഡ്രിപ്പ് ഇറിഗേഷൻ. സബ്സർഫസ് ഇറിഗേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മണ്ണിനടിയിൽ കൂടെ ഒരു പമ്പ് പോലെ ഒരു സാധനം പോകുന്നുണ്ട്, ഒരു പൈപ്പ് പോലെ ഒരു സാധനം പോകുന്നുണ്ട്. സോ ഇവിടെ വെള്ളം പാസ് ചെയ്ത് അത് റൂട്ടിൽ ഡയറക്ട്ലി കിട്ടും. ഓക്കെ, സോ വാട്ടർ വേസ്റ്റേജ് വരുന്നില്ല. സോ വാട്ടർ വേസ്റ്റേജ് തടയുന്നതിന് ഒരു ഉദാഹരണമാണ് ഈ പറയുന്ന പ്രിസിഷൻ അഗ്രികൾച്ചറും ഈ പറയുന്ന മൈക്രോ ഇറിഗേഷൻ ടെക്നിക്സും അല്ല. അപ്പൊ ഇറിഗേഷൻ ഇത്രയേ ഉള്ളൂ നമ്മൾ നോക്കി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കോപ്പൻ ക്ലൈമറ്റ് ക്ലാസിഫിക്കേഷൻ. സോ നമുക്കറിയാം, നമ്മൾ ഇന്ത്യയിൽ തന്നെ കാശ്മീർ നോക്കുകയാണെങ്കിലും കന്യാകുമാരി നോക്കുകയാണെങ്കിലും ഒരേ ടെമ്പറേച്ചർ അല്ല, ഒരേ കാലാവസ്ഥയല്ല. കാശ്മീരിൽ മഞ്ഞ് വീഴുമ്പോൾ തന്നെ രാജസ്ഥാനിൽ എന്താ ചൂടുണ്ടായിരിക്കാം, അവിടെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടായിരിക്കാം. അതേ സമയത്ത് നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ മഴയുണ്ടാവും. സോ ക്ലൈമറ്റുകൾ വ്യത്യാസമാണ്. സോ അവിടെ ക്ലൈമറ്റ് ക്ലാസിഫിക്കേഷന്റെ റെലവൻസ് വരികയാണ്. സോ അതുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഡിഫറെന്റ് ക്ലൈമറ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇത് കോപ്പൻ ക്ലൈമറ്റ് ക്ലാസിഫിക്കേഷൻ പറയുന്നത് തന്നെ കുറച്ച് ലെറ്റേഴ്സ് അല്ലെങ്കിൽ കുറച്ച് ആൽഫബറ്റ്സിന്റെ ഹെൽപ്പോട് കൂടി നമ്മുടെ ഇന്ത്യയിലെ കാലാവസ്ഥയെ പല പല കാറ്റഗറീസിന്റെ കീഴിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കുറച്ച് കാണുമ്പോഴത്തേക്കും നമ്മൾ NCERTസിലൊക്കെ ഈ ഒരു പോർഷൻ കാണുമ്പോഴത്തേക്കും നമുക്ക് വട്ട് പിടിക്കും. ഇതിനിപ്പോ കോഡ് ഉണ്ടാക്കി പഠിക്കണോ, അല്ലെങ്കിൽ ഇത് പഠിച്ചാലോ തലയിൽ ഇരിക്കുമോ എന്നൊക്കെയുള്ള പല കൺഫ്യൂഷൻസ് ഉണ്ട്. പക്ഷെ ഇതിനെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ടതൊന്നും കാര്യമില്ല. ജസ്റ്റ് ഏതൊക്കെയാണെന്നൊന്നും നോക്കി വെച്ചാൽ മാത്രം മതി. ഇഫ് യു ഹാവ് എ കോഡ് വിത്ത് യു, വെൽ ആൻഡ് ഗുഡ്. അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് അങ്ങ് എഫേർട്ട് ഇട്ടത് എല്ലാ ആൽഫബറ്റും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ചെറിയ ചെറിയ കോഡുകളുടെ ഹെൽപ്പോട് കൂടി നമുക്കിത് പഠിക്കാനായിട്ട്, ഫണ്ണി ആയിട്ട് പഠിക്കാനായിട്ട് നോക്കാം. ഓക്കെ, സോ ഏതൊക്കെ ആൽഫബറ്റ്സ് എന്തൊക്കെ ക്ലൈമാറ്റിക് ഏരിയാസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ തന്നെ അടുത്ത് നോക്കാൻ പോകുന്നത്. എ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഏരിയ. ഇപ്പൊ എ എന്ന് പറയുന്ന ട്രോപ്പിക്കൽ ഏരിയ ആയിട്ട് നമ്മളെ മനസ്സിലെങ്ങനെ നിൽക്കുന്നത്? ഓൾവേസ് ഹോട്ട് എന്നങ്ങ് വിചാരിച്ചാൽ മതി. ഓൾവേസ് ഹോട്ട്. എ ഫോർ ഓൾവേസ് ഹോട്ട്, എപ്പോഴും ചൂടാണെന്ന്. അപ്പൊ ഈ പറയുന്ന ട്രോപ്പിക്കൽ ഏരിയ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സോളാർ ഇൻസുലേഷൻ കിട്ടുന്ന ഒരു മേഖലയാണ്. സോ അവിടെ എപ്പോഴും ചൂടായിരിക്കും അല്ലെ. സോ എ മീൻസ് ട്രോപ്പിക്കൽ. ഡ്രൈ ബി ആണ് കേട്ടോ. ബെയർലി റെയിൻ എന്ന് ഓർക്കുക. ബെയർലി, വളരെ കുറച്ച് മഴയെ കിട്ടുള്ളൂ. ബെയർലി റെയിൻ. ടെമ്പറേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ടെമ്പറേറ്റ് ക്ലൈമറ്റ്, നമുക്ക് കൂടുതൽ ഈ കോണിഫറസ് ട്രീസ് ഒക്കെ നമ്മൾ മനസ്സിലേക്ക് വരുന്ന ഒരു കൈൻഡ് ഓഫ് ക്ലൈമറ്റ് ആണ്. അവിടെ ഇച്ചിരി തണുപ്പും ഒരു കംഫർട്ട് എന്ന് പറയുന്ന ഒരു വാക്കുമായിട്ട് ഉപമിക്കാൻ സാധിക്കുന്ന ഒരു ക്ലൈമാറ്റിക് സോൺ ആണ് ഈ പറയുന്ന ടെമ്പറേറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ടെമ്പറേറ്റിന്റെ ലെറ്റർ എന്താ റെപ്രസെന്റ് ചെയ്യുന്ന? ലെറ്റർ സി. സി ഫോർ കംഫി അല്ലെങ്കിൽ കംഫോർട്ട് എന്നൊക്കെ ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, കോൾഡ് അങ്ങനെ ഓർത്താൽ മതി. കോൾഡ് ക്ലൈമറ്റ് നമ്മൾ ഡി, ഡ്രമാറ്റിക് വിന്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഓർക്കാം. കോൾഡ് ക്ലൈമറ്റ് ഡി ആണ് അത് സൂചിപ്പിക്കുന്നത്. ഡ്രമാറ്റിക് വിന്റേഴ്സ് അങ്ങനെ സംതിങ് നമുക്ക് അങ്ങനെ ഓർക്കാൻ പറ്റും. ഈസ് ഫോർ എസ്കിമോ, ഇങ്ങനെ ഓർത്ത് വെക്കാം. എസ്കിമോസ് കൂടുതൽ കാണപ്പെടുന്ന ഈ പറയുന്ന പോളാർ റീജിയൻസിലൊക്കെ അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും. പോളാർ റീജിയൻസിൽ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? ഇ. ഓക്കെ, കട്ട്. ഇനി അത് നമുക്ക് അതിന്റെ സബ് ടൈപ്പ് നോക്കാം. നമുക്കറിയാം മെയിൻ ടൈപ്പ് ABCD നമ്മൾ നോക്കിയല്ലേ. ABCDE. ഏതൊക്കെയാണ് എന്തൊക്കെയാണ്? A ഫോർ ട്രോപ്പിക്കൽ, B ഫോർ ബെയർലി റെയിൻ അല്ലേ, ഡ്രൈ ക്ലൈമറ്റ് ഉദ്ദേശിക്കുന്നത്. C ഫോർ ടെമ്പറേറ്റ്, ഇത് പോളാർ. അപ്പൊ ഇതിന്റെ സബ് നോക്കാം. സെമി അരിഡ്. അപ്പൊ നമ്മൾ സെമി അരിഡ് എന്ന് പറയുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഈ പറയുന്ന ഡെസേർട്ട് റീജിയൻ ഒക്കെ മനസ്സിൽ കൊണ്ടുവരിക. അപ്പൊ S ഫോർ സെമി അരിഡ് നമുക്ക് അങ്ങനെ S എന്നുള്ളൊരു കണക്ഷൻ ആയിട്ട് വരും. W ഫോർ അരിഡ്. അരിഡ് ആയിട്ടുള്ള റീജിയൻസിന് W എങ്ങനെ കണക്ട് ചെയ്യാം? വാട്ടർലെസ് എന്നൊക്കെ ഓർത്താൽ മതി. അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത്. ഇതൊക്കെ ജസ്റ്റ് കോഡാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നല്ല കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ച് പഠിക്കാം. സോ W ഫോർ അരിഡ് റീജിയൻ. ഇനി വേറെ സബ് ടൈപ്സ് നമുക്ക് നോക്കാം. സ്മോൾ ലെറ്റർ ടു ഡിഫൈൻ സബ് ടൈപ്സ്. F ഫോർ സഫിഷ്യന്റ് പ്രസിപ്പിറ്റേഷൻ. അത്യാവശ്യം മഴയുണ്ട്. അപ്പൊ സഫിഷ്യന്റ് F ഉണ്ട്, ഈ ഒരു F ഉണ്ട്. അപ്പൊ FF സഫിഷ്യന്റ് പ്രസിപ്പിറ്റേഷൻ എന്ന് ഓർക്കാം. M പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയുണ്ട്, ബട്ട് കൈൻഡ് ഓഫ് ഡിസ്പൈറ്റ്
ഡ്രൈ മൺസൂൺ സീസൺ. റെയിൻ ഫോറസ്റ്റ് ആണ്, ഒരു ഡ്രൈ കൈൻഡ് ഓഫ്, മഴയുണ്ട് ബട്ട് സ്റ്റിൽ ഡ്രൈ ആണെന്നുള്ളതാണ് എം കാണിക്കുന്നത്. ഓക്കെ. ആൻഡ് W ഡ്രൈ സീസൺ ഇൻ വിന്റർ. നമ്മൾ നേരത്തെ പറഞ്ഞു അരിഡ് റീജിയൻ. അരിഡ് റീജിയനിലുള്ളത് ക്യാപിറ്റൽ W നേരത്തെ പറഞ്ഞത്, അത് അരിഡ് റീജിയൻ ആണ്. ഇത് ഡ്രൈ സീസൺ ഇൻ വിന്റർ ആണ്. ഓക്കെ. W എന്ന് പറയുന്ന ഡ്രൈ, അരിഡ് എന്നൊക്കെ പറയുന്ന ഒരു ഇതിൽ ഓർത്താം. വാട്ടർലെസ് ആയിട്ട് ആ ഒരു വാക്കുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് ഓർത്താൽ മതി. ഓക്കെ. H പിന്നെ കുഴപ്പമില്ല. H ഹോട്ട് ആൻഡ് ഡ്രൈ ആ വാക്കിൽ തന്നെയുണ്ട്, ആ ഒരു ലെറ്റർ ഉണ്ട്. ഓക്കെ. C കോൾഡ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മീൻ ടെമ്പറേച്ചർ ഓവർ 10 degrees C, കുറച്ച് കംഫർട്ടബിൾ ടെമ്പറേച്ചർ സി അല്ലെ. G is for Gangetic Plain. ഇനി അടുത്തൊരു ടേബിൾ തന്നെ നമുക്ക് നോക്കാം. ഇപ്പൊ A എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ആണ്. സോ ട്രോപ്പിക്കലില് എഫ് വരുമ്പോൾ സഫീഷ്യന്റ് പ്രസിപ്പിറ്റേഷൻ, അതായത് നോ ഡ്രൈ സീസൺ എന്ന് പറയുന്നു. എം മൺസൂണൽ ആണെങ്കിലും ഷോർട്ട് ഡ്രൈ സീസൺ അവിടെയാണ്. ഞാൻ പറഞ്ഞു എം എന്ന് വെച്ചാൽ മഴയുണ്ട് ബട്ട് സ്റ്റിൽ ഡ്രൈ ആണ് അല്ലെ. W എന്ന് പറയുമ്പോൾ ഒരു ഡ്രൈ കൈൻഡ് ഓഫ് സീസൺ ആണ്. സ്മോൾ W എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നോക്കി വിന്റർ ആണ് ബട്ട് സ്റ്റിൽ ഡ്രൈ ആണ്. അപ്പൊ ട്രോപ്പിക്കലില് വിന്റർ ആണ്, ഡ്രൈ ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ നോക്കി ബി എന്താ, ബെയർലി റെയിൻ എന്നാ നമ്മൾ നോക്കിയത് അല്ലെ. സോ ബി സെമി അരിഡ്, ഹോട്ട്. അപ്പൊ ഇത്രയും റീജിയൻസ് എന്ന് പറയുന്നത് ഒരു ഡെസേർട്ട് കൈൻഡ് ഓഫ് റീജിയൻ ആണ്. ലോ ലാറ്റിറ്റ്യൂഡ്, സെമി അരിഡ് ഓർ ഡ്രൈ. അരിഡ് ആയിട്ടുള്ള റീജിയൻസ് ആണ് ഈ ബി വെച്ച് തുടങ്ങുന്നത്. ഓക്കെ. നമ്മൾ ഇനി അടുത്ത മാപ്പുമായിട്ട് നമ്മൾ നോക്കും, കോറിലേറ്റ് ചെയ്ത് നോക്കും. സി എന്ന് പറയുന്നത് നമ്മൾ എന്താ നോക്കിയത്, ടെമ്പറേറ്റ് കൈൻഡ് ഓഫ് അല്ലെ. ടെമ്പറേറ്റ് ആണ് സി, വാം ടെമ്പറേറ്റ്. നമ്മൾ നേരത്തെ ടെമ്പറേറ്റ് എന്ന് പറയുന്നത് തണുപ്പുമായിട്ടാണ് നമ്മൾ ഉപമിച്ചത്. ബട്ട് എന്താ പറയാ, ഇവിടെ വാം ടെമ്പറേറ്റ് എന്ന് പറയുന്ന ഒരു കാലാവസ്ഥയായിട്ട് ഇവിടെ ക്ലബ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു ഐഡിയ മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ലെറ്റേഴ്സ് എല്ലാം നോക്കുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത കൂടുതൽ. ബട്ട് സ്റ്റിൽ ABCD പക്കയാക്കി വെച്ചേക്കുക. ഈ ABCDയിൽ നിങ്ങൾക്ക് ഇനി ഒരു കൺഫ്യൂഷൻ വരരുത്. D പറഞ്ഞു ഡ്രമാറ്റിക് വിന്റേഴ്സ് എന്ന് പറഞ്ഞു, വളരെ കോൾഡ് ആയിട്ടുള്ളത്. ഓക്കെ. സോ F എന്ന് പറഞ്ഞാൽ സഫീഷ്യന്റ് പ്രസിപ്പിറ്റേഷൻ ഉണ്ട്. സോ അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. നോ ഡ്രൈ സീസൺ പക്ഷെ സിവിയർ വിന്റർ ഉണ്ട്. ഓക്കെ. ഇത് ഡ്രൈ ആൻഡ് വെരി സിവിയർ. W ഞാൻ പറഞ്ഞു ഭയങ്കര വരേണ്ടതാണ്, ഡ്രൈ ആണ്. W എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഡ്രൈ ആയിട്ടാണ്, അരിഡും ആയിട്ടാണ് നമ്മൾ കോറിലേറ്റ് ചെയ്തത് അല്ലെ. E ഫോർ കോൾഡ് ക്ലൈമറ്റ് നമ്മൾ പറഞ്ഞു എസ്കിമോസ് എന്ന് പറഞ്ഞു അല്ലെ. അതില് രണ്ട് കാലാവസ്ഥ ടൈപ്പേ ഉള്ളൂ, ടുൻഡ്ര ആൻഡ് പോളാർ ഐസ് ക്യാപ്പ്. പിന്നെ H ഫോർ ഹൈലാൻഡ് വിത്ത് സ്നോ കവർ. H-ല് നമ്മൾ നോക്കിയിട്ടില്ല, എപ്പോഴാണ് നോക്കുന്നത്, ഹൈലാൻഡ് വിത്ത് സ്നോ കവർ. അപ്പൊ ഈ പറയുന്ന റീജിയൻസ് എവിടെയാണ് മാപ്പിൽ വരുന്നത് എന്നൊക്കെ ഒന്ന് നോക്കാം. നമ്മള് പോളാർ ഈ വരുന്ന റീജിയൻ ആണ് ഈ പറഞ്ഞ ജമ്മു ആൻഡ് കാശ്മീർ. നമുക്കറിയാം അവിടെ മഞ്ഞുവീഴ്ച ഉണ്ടെന്നുള്ള അറിയാലേ. അപ്പൊ അത് വെച്ച് നമുക്ക് താരതമ്യപ്പെടുത്താനായിട്ട് പറ്റും. ടുൻഡ്ര റീജിയൻ ഈ ടി എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. ഇതുണ്ട് ഈ പറയുന്ന സെൻട്രൽ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ അരിഡ് ആണ്, ഗാൻജറ്റിക്. ഇതാണ് G ഫോർ ഗാൻജറ്റിക് അല്ലെ. C ഫോർ എന്താ, ടെമ്പറേറ്റ് ആണ്, അരിഡ് ആണ്, പ്ലസ് അത് ഏരിയ ഏതാണ്, ഗാൻജറ്റിക്. AW ട്രോപ്പിക്കൽ ആൻഡ് അരിഡ് എന്ന് പറയുന്നതാണ്. ഓക്കെ. BSHW ബി എന്ന് പറയുന്നത് ബെയർലി റെയിൻ. ഇവിടെ റെയിൻ കുറവാണ്, സെമി അരിഡ് ആണ്, ഹോട്ട് ആണ് ആൻഡ് അരിഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്രയും ഭാഗം. ഓക്കെ. ഈ BSHW ഇതിപ്പോ ഈ പറയുന്ന കർണാടക, ആന്ധ്ര ഏരിയ ഒക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് രാജസ്ഥാനിലും ഇതേ ക്ലൈമാറ്റിക് സോണാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. BSHW എന്ന് പറയുന്നത് ബെയർലി റെയിൻ ആണ്, ഈ പറയുന്ന സെമി അരിഡ് ആണ്, ഹോട്ട് ആണ് ആൻഡ് ഡ്രൈ ആണ്. ഓക്കെ. സോ ഓരോ ലെറ്റേഴ്സ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിൽ ഊഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇന്ന സ്ഥലങ്ങൾ ഇന്ന ക്ലൈമറ്റ് ആണെന്നുള്ളത്. സോ കോപ്പൻ ക്ലൈമറ്റ് സ്കീം പഠിക്കുമ്പോഴത്തേക്കും ബേസിക് ആയിട്ട് ABCDE എന്നുള്ളത് മെയിൻ ക്ലാസിഫിക്കേഷൻ പഠിക്കാം. സബ് ക്ലാസിഫിക്കേഷൻ എന്തെങ്കിലും കോഡ് ഉണ്ടാക്കി കൂടെ പഠിക്കുക. ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കുക. അതുമായിട്ട് കോറിലേറ്റ് ചെയ്ത് മാപ്പ് നോക്കുക. സോ നിങ്ങളുടെ മനസ്സിൽ അത് എൻഗ്രേവ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതോടുകൂടി ക്ലൈമാറ്റിക് സോൺ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.